ചെറിയൊരു പനിക്ക് ശേഷം കൊടുക്കുന്ന ഒരു വോയിസ് ഓവർ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞപ്പോഴേക്കും സമ്മർ വെക്കേഷൻ ഒക്കെ കഴിയാൻ അടുത്തത് ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായുള്ളൂ. അതാണ് കുഴിപ്പള്ളി. ബീച്ചിൽ പോകുമ്പോൾ ബീച്ച് ടോയ്സ് വാങ്ങിച്ച് തന്നെ ഒന്ന് അച്ചു ആയിക്കോട്ടെ എന്ന് ഞാനും. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു ഡെക്കറേഷൻ കുറയണ്ട. അങ്ങനെ വണ്ടി നേരെ കുഴിപ്പള്ളി ബീച്ചിൽ. ഇവിടെ ബീച്ച് മാത്രമല്ല, കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉള്ള ഒരു പാർക്ക് കൂടി. അതാണ് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക്. എനിക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും ഞാനത് മുഖത്ത് കാണിക്കാം. പക്ഷെ മോളൂട്ടി അങ്ങനെയല്ല, അവക്കെല്ലാം ഭയങ്കര പേടിയാണ്. ഇത് തന്നെ ഞാൻ നിർബന്ധിച്ച ഇവിടെ കുറെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ സിപ്പ് ലൈനാ ചെയ്യുന്നത്. ആ ചേച്ചി എനിക്ക് ബെൽറ്റ് ഒക്കെ നല്ല ടൈറ്റിൽ മുറുക്കി കിട്ടിയ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ്, പ്ലാങ്ക് വോക്ക്, ഗ്ലാസ് ബ്രിഡ്ജ്, ടയർ വോക്ക്, ലോക്ക് ടു ലോക്ക് വോക്ക്, ഹാങ്ങിങ് ബ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി അടിച്ചു വിളിക്കാൻ പറ്റിയ സ്പോട്ടാണ്. 4 മണിക്ക് മുമ്പ് വന്നാൽ നമുക്ക് അടുത്ത വാട്ടർ റൈഡ്സും ട്രൈ ചെയ്യാം. ഞങ്ങളെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ്, സർഫിംഗ്, എക്സെട്ര അങ്ങനെ പേരറിയാത്ത വേറെ കുറെ സാധനങ്ങളും ഉണ്ടായി അവിടെ. നമ്മൾ ചെയ്ത സെയിം ആക്ടിവിറ്റീസ് കുട്ടികൾക്കുള്ളതായതുകൊണ്ട് അവരുടെ ഹൈറ്റിലുള്ളതായിരുന്നു. ബാക്കി ശേഷം ചായ കുടിച്ചിട്ടാ. തൊട്ടടുത്ത് തന്നെ കുറെ ചായക്കടയുണ്ട്. ആദ്യം കണ്ട കടയിൽ തന്നെ ഞാൻ അവിടെ എനിക്ക് ആ ചേച്ചി നല്ല കോളിഫ്ലവർ ഒക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നേരെ ബീച്ചിലോട്ട്. ബീച്ചിൽ ചെന്നപ്പോ ഇതാ കിടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇവിടെ വരെ വന്നിട്ട് ഇത് ട്രൈ ചെയ്യാതെ പോണത് മോശമല്ലേ. അങ്ങനെ നമ്മൾ അതിലും കയറി. സ്റ്റാർട്ടിങ് വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ഉത്സാഹമായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് തിരയുടെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. അമിതതയിലും ആപത്തിന്. ബ്രിഡ്ജ് മാത്രമല്ല, അതിനകത്ത് നടന്നോണം നമ്മളും ഭയങ്കര ഫ്ലോട്ടിംഗ് ആയിരുന്നു. റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഞാൻ ഫോണൊക്കെ എടുത്തു വെച്ചു. ശേഷം വീണ്ടും ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാന്ന് വിചാരിച്ചു. ഇവിടെ അൽഫാം വിത്ത് ബട്ടർ നാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. അച്ഛൻ നൂഡിൽസ് ഓർഡർ ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര. പിന്നെ നമ്മുടെ ഫുഡ് വരുന്നവരെ ഞങ്ങൾ അച്ഛയുടെ ഫുഡ് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലും. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.